നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പൂവ് ചോദിച്ച് അമേരിക്കയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ട്രംപ് സമ്മാനിച്ചതൊരു പൂക്കാലം. ഗാസ മുനമ്പ് US ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന നിർണായക പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുന്നു. ഗാസയെ ഏറ്റെടുക്കാനും മുനമ്പിനെ സ്വന്തമാക്കി പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും US ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചകൾ ഇക്കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഉഗ്രൻ പ്രഖ്യാപനം. ഗാസയെ US ഏറ്റെടുക്കും. ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണം നമ്മൾ നടത്തും. പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരും. തൊഴിലുകളും പുതിയ ഭവനങ്ങളും US ഗാസയിൽ സൃഷ്ടിക്കും. മധ്യപൂർവേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ ഞങ്ങൾ മാറ്റിയെടുക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ ആശയം പങ്കുവെച്ച എല്ലാവർക്കും ഇത് വലിയ ഇഷ്ടമായി. നടുക്കുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തിയിരിക്കുന്നു. ഗാസയുടെ സുരക്ഷയ്ക്ക് വേണ്ടി US സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് എന്ന ട്രംപിന്റെ പ്രഖ്യാപനം. പലസ്തീൻ പൗരന്മാർ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ട്രംപ്. ഇതിനകം തന്നെ നിരവധി ലോക നേതാക്കളുമായി താൻ ചർച്ച നടത്തിയെന്നും തന്റെ ആശയം അവർക്ക് സ്വീകാര്യമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് ഇവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധം ചെയ്തവരുമല്ലെന്നും ട്രംപ് പറഞ്ഞു. പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണം. അതിനർത്ഥം ഗാസ മുനമ്പിലേക്ക് ജൂത കുടിയേറ്റം അനുവദിക്കുമെന്നല്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നെതന്യാഹുവിന്റെ തീവാർന്ന വാക്കുകൾ. ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. US പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യമായി USലെത്തിയ വിദേശ നേതാവ് താനാണ് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ടെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഗാസ നിവാസികൾ ഗാസ മുനമ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ കൃത്യമായിരുന്നു ട്രംപിന്റെ മറുപടി. അവർ ഇനി ഗാസ മുനമ്പിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത്. അവർ ഗാസയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കാത്ത ശരിക്കും നല്ലതും മനോഹരവുമായ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം. അവരെന്തിനാണ് ഇനി ഗാസ മുനമ്പിലേക്ക് തിരിച്ചു വരുന്നത്? അതൊരു നരകം മാത്രമായിരുന്നു. എത്ര ഗാസ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ട്രംപിന്റെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട്. ഒരുപക്ഷെ 7 ദശലക്ഷം അല്ലെങ്കിൽ 8 ദശലക്ഷം. ആ ജനങ്ങളെ ഞങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ആവാസ വ്യവസ്ഥയൊരുക്കി അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കും. മനോഹരമായ ജീവിതം നയിക്കാൻ കഴിയുന്നതും എല്ലാ ദിവസവും മരിക്കുന്നതിനെക്കുറിച്ച് വിഷമിക്കാത്തതുമായ നല്ല പ്രദേശങ്ങളിൽ അവർ ജീവിക്കട്ടെ. പദ്ധതിക്കുള്ള പണം എവിടെ നിന്ന് എന്ന ചോദ്യത്തിനും ട്രംപിന് ഉത്തരമുണ്ട്. മറ്റാളുകളിൽ നിന്ന്, ശരിക്കും സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് ഈ പണം വരും. അവർ അത് നൽകാൻ തയ്യാറാണ്. പല ലോക നേതാക്കളും ഇതിനകം തന്നെ ഇക്കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. വ്യക്തമായ മറുപടിയാണ് ട്രംപ് പറയുന്നത്. പലസ്തീൻ നിവാസികളെ പുനരധിവസിപ്പിക്കാൻ സഹായിക്കുന്നത് ഒരുപക്ഷെ ജോർദാനായിരിക്കാം, അല്ലെങ്കിൽ ഈജിപ്റ്റ് ആയിരിക്കാം. അതുപോലെയുള്ള നിരവധി സമ്പന്ന രാജ്യങ്ങൾ അതിന് തയ്യാറാണ്. 4-5 വ്യത്യസ്ത സ്ഥലങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കും. ഗാസയിൽ അവർ മരിക്കുമെന്നത് ഉറപ്പാണ്. അതേ കാര്യം വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗാസയിൽ ജൂത വാസസ്ഥലങ്ങൾ ഒരുക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് വ്യക്തമായി പറഞ്ഞു. അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആരും അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ യോദ്ധാക്കൾ പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഗാസ നിവാസികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനങ്ങളെ ഹമാസ് തള്ളി പറഞ്ഞു. ഗാസയിലെ ജനങ്ങൾ ഇത്തരം പദ്ധതികൾ പാസാക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇനിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ ഇത് വഴിവെക്കുമെന്നാണ് ഹമാസിന്റെ പ്രതികരണം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ടേമിൽ ഇരുന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ ഇക്കുറി അതിന് ഘടകവിരുദ്ധമായ നിലപാടിലൂടെയാണ് ട്രംപ് അധികാരമേറ്റെടുത്തിയ അന്നു മുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നത്. കാലത്തിനനുസരിച്ച് ധാരാളം പദ്ധതികൾ മാറുന്നു. 2020 പലസ്തീൻ രാഷ്ട്ര പദ്ധതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം ഇതായിരുന്നു: ഞാൻ പോയതിനു ശേഷം ഇപ്പോൾ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ ഇതിനകം ധാരാളം മരണം ഗാസയിൽ സംഭവിച്ചു കഴിഞ്ഞു. വ്യത്യസ്തമായ സാഹചര്യത്തെയാണ് ഗാസ മുനമ്പ് അഭിമുഖീകരിക്കുന്നത്. യുദ്ധാനന്തരം ഗാസ ഭരിക്കാൻ പലസ്തീൻ അതോറിറ്റിയോ ഹമാസിനെയോ
തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റിക്ക് നിലവിൽ പരിമിതമായ അധികാരങ്ങൾ മാത്രമേയുള്ളൂ. 2007 ഗസയിൽ നിന്ന് പലസ്തീൻ അതോറിറ്റിയെ ഹമാസ് പുറത്താക്കിയിരുന്നു. വീണ്ടും അവിടേക്ക് മടങ്ങിവരാൻ അവർ ആഗ്രഹിക്കുന്നു. യുദ്ധാനന്തര ഗാസ കൈകാര്യം ചെയ്യുന്നതിൽ പോലും ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ കഴിഞ്ഞ മാസം വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ധാരണയിലെത്തിയിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ട്രംപിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങൾ. മറുവശത്ത് പോരാട്ടം കനപ്പിക്കാൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ അദ്ദേഹത്തിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം. നമ്മൾ സങ്കീർണമായ ആളുകളുമായി ഇടപെടുകയാണ്. ഈ കരാർ തീർച്ചയായും പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. എല്ലാ ബന്ദികളെയും പുറത്താക്കുന്നതിനും ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ നശിപ്പിക്കുന്നതിനും ഗാസ ഇനിയൊരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകുന്നില്ല എന്നുറപ്പാക്കുന്നതിനും ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ പോരാടുമെന്നാണ് നെതന്യാഹു ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രംപ് തുടർന്ന് വ്യക്തമാക്കി. എബ്രഹാം ഉടമ്പടികൾ വികസിപ്പിക്കാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് വീണ്ടും ട്രംപ് പരാമർശിച്ചു. ഇസ്രയേലുമായുള്ള സാധാരണവൽക്കരണത്തിന് ഒരു മുൻ വ്യവസ്ഥയായി സൗദി അറേബ്യ ഒരു പലസ്തീൻ രാഷ്ട്രം ആവശ്യപ്പെടുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വന്ന തിരിച്ചടികളെ തുടർന്ന് ഇറാന്റെ നിലവിലെ ബലഹീനത മുതലെടുക്കാൻ തന്നെയാണ് ട്രംപ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഹമാസ് വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിക്കുകയോ രണ്ടാം ഘട്ടത്തിലെ നിബന്ധനകളെക്കുറിച്ച് ചർച്ചകൾ നടത്താതിരിക്കുകയോ ചെയ്താൽ യുദ്ധം പുനരാരംഭിക്കുന്നതിന് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ ട്രംപ് പ്രഖ്യാപിച്ചുവെന്നാണ് പൊതുവെ പുറത്തുവരുന്ന വാർത്തകൾ. ഗാസ ഭരിക്കാൻ ഹമാസിനെ ഇനിയും അനുവദിക്കില്ല എന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും അടിവരയിട്ട് പറഞ്ഞു. ഹമാസിനെ അധികാരത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്തേണ്ട ആവശ്യകതയിൽ ഇസ്രയേലും USഉം മാത്രമല്ല, മേഖലയിലെ അവരുടെ നിരവധി അറബ് സഖ്യകക്ഷികളും യോജിപ്പിലാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഇത്തരമൊരു നിലപാട് ഹമാസിനെ കൊണ്ട് സ്വയം അധികാരം ഉപേക്ഷിപ്പിക്കാൻ നിർബന്ധിതരാക്കും എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ. ഗാസ യുദ്ധത്തിന്റെ അവസാനം ട്രംപ് എഴുതും എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ. ഗാസ മുനമ്പിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കുന്നതോടെ മറ്റൊരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഗാസ മുനമ്പിൽ തങ്ങളുടെ സൈന്യത്തെ അയക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നത്. ഗാസയുടെ മേലുള്ള സിവിലിയൻ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടോ? നേരത്തെ ഗസയിൽ നിന്നുള്ള പലസ്തീനികളെ സ്വീകരിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനം ഈജിപ്തും ജോർദാനുമൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരമൊരു ആവശ്യം പരിഗണിക്കാൻ അമേരിക്ക ഈ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനുവേണ്ട പ്രായോഗിക പരിഹാരങ്ങൾക്ക് അമേരിക്കയും ഒപ്പമുണ്ടാകുമെന്ന വാഗ്ദാനമാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. മേഖലയിലെ ഞങ്ങളുടെ നിരവധി സഖ്യകക്ഷികളെയും പങ്കാളികളെയും ഒക്കെ ഞങ്ങൾ നോക്കുകയാണ്. ഈ പ്രശ്നം നമ്മൾ കൂട്ടായി പരിഹരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസ് ആരംഭിച്ച യുദ്ധം ഒടുവിൽ ഇസ്രായേലിൽ നിന്ന് അമേരിക്ക ഏറ്റെടുക്കുന്ന അപൂർവ കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ഗാസ മുൻപ് തങ്ങൾ ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അതത്ര വീൺവാക്കല്ല എന്ന് വേണം കരുതാൻ. മധ്യേഷ്യയിൽ തങ്ങളുടെ സ്വാധീന ശക്തി ഉറപ്പിച്ചു നിർത്താൻ ഗാസ മുനമ്പ് പോലെ തന്ത്രപ്രധാനമായ ഒരു മേഖല അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. ജോർദാൻ രാജാവ് അബ്ദുള്ള അടുത്തയാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്നും ട്രംപ് ശനിയാഴ്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് LCCയുമായി സംസാരിച്ചുവെന്നും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ആ മേഖല കടന്നുപോകുന്നത് എന്ന് വ്യക്തം. USലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഗാസയിൽ ഞാൻ കണ്ടതിൻ്റെ 100ൽ 1 ഭാഗം നാശനഷ്ടം സംഭവിച്ചുവെങ്കിൽ ആരെയും അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ലായിരുന്നുവെന്നാണ് വിറ്റ്കോഫ് പറയുന്നത്. അത്രമാത്രം തകർന്ന നിലയിലാണ് ഗാസ മുനമ്പ്. ഇപ്പോഴും ഗാസ മുനമ്പിൽ 30,000-ഓളം പൊട്ടാത്ത യുദ്ധോപകരണങ്ങളുണ്ട്. നിരവധി വെടിക്കോപ്പുകളും സ്ഫോടനത്തിന് കാരണമായേക്കാവുന്ന ബോംബുകളുമൊക്കെ ചിതറിക്കിടക്കുന്നു. അത്യന്തം അപകടകരമായ ഒരു പ്രദേശമായി ഗാസ മുനമ്പ് മാറിയിരിക്കുന്നു. ആ മേഖലയിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ വർഷങ്ങളോളം വേണ്ടിവരും. ഗസയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് മാത്രം 3 മുതൽ 5 വർഷം വരെ സമയമെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനെല്ലാം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. നെതന്യാഹു യുദ്ധം കൈകാര്യം ചെയ്ത രീതി അമേരിക്ക പ്രശംസിച്ചു.
മേഖലയിലുടനീളം അദ്ദേഹം അധികാരപ്പെടുത്തിയ സൈനിക നടപടികൾ സമാധാനപൂർവ്വമായി മുന്നോട്ടു പോയി എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആഹ്വാനത്തിന് മുന്നിൽ എന്ത് പ്രതികരണം നടത്തണമെന്ന് പോലും അറിയാതെ കുഴയുകയാണ് ലോക നേതാക്കൾ. വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തിന് നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ ഒരുപക്ഷെ ട്രംപ് നൽകിയേക്കുമെന്ന ധാരണയും പൊതുവെ ലോകത്തിലുണ്ട്. അസാധാരണ നീക്കങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് കളം നിറയുമ്പോൾ നെതന്യാഹുവിനെ അദ്ദേഹം തന്നെ വലഭാഗത്ത് ചേർത്ത് പിടിക്കുന്നു. ഇസ്രയേലും യുഎസും ഒരുമിച്ച് നീങ്ങും എന്ന സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ ട്രംപ് പകർന്നു നൽകുന്നത്. ഒപ്പം ഗാസ മുനമ്പ് ഇനി അമേരിക്കയുടെ കീഴിലാക്കുമെന്ന പ്രഖ്യാപനവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.